എല്ലാവർക്കും നമസ്കാരം. ബേക്കിംഗ് ഫാമിലിയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ ബേക്കറികളിൽ ചില്ല് അലമാരയിലൊക്കെ കാണലില്ലേ, ഒരു ഇത്തിരി കുഞ്ഞൻ ബിസ്ക്കറ്റ് മുട്ട വെച്ചിട്ടുള്ള, അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിൽ 2 മുട്ടയും അതേപോലെ കുറച്ച് പഞ്ചസാരയും പിന്നെ കുറച്ച് മൈദ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ബേക്കിംഗ് സോഡയോ പൗഡറോ ഒന്നും ഇതിൽ ഉപയോഗിക്കുന്നില്ല. യാതൊരു പ്രിസർവേറ്റീവ്സും കൊടുക്കാതെ തന്നെ സിമ്പിളായിട്ട് വളരെ ഈസി ആയിട്ട് ഈ ബിസ്ക്കറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഈ ബിസ്ക്കറ്റിന് മുട്ട ബിസ്ക്കറ്റ് അഥവാ ബീൻസ് ബിസ്ക്കറ്റ് എന്നൊക്കെ പേര് പറയും. അപ്പോൾ നമുക്ക് ഈ ബീൻസ് ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന റെസിപ്പി ഒന്ന് കണ്ടു നോക്കിയാലോ. ബീൻസ് ബിസ്ക്കറ്റിന് ആവശ്യമായ ചേരുവകൾ 300 മൈദ, 250 ഗ്രാം പഞ്ചസാരപ്പൊടി, 1/2 ടീസ്പൂൺ എസൻസ്, ഏതെങ്കിലും എസൻസ് എടുക്കുക, ഇത് ഐസ്ക്രീം എസൻസ് ആണ്, 5 മുട്ട. നമ്മുടെ ബിസ്ക്കറ്റ് തയ്യാറാക്കി എടുക്കുന്നതിന് ആദ്യമായിട്ട് നമുക്ക് ഈ മുട്ടയുടെ വെള്ളയും മഞ്ഞയും ഒന്ന് വേർതിരിച്ചെടുക്കണം. ഓരോ മുട്ടയെടുത്ത് ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് തൊണ്ട് വീഴാതെ ഈ കയ്യിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊന്ന് ഇതുപോലെ കുലുക്കി കൊടുക്കുമ്പോൾ ഈ വെള്ളയൊക്കെ കണ്ടോ ഈ പാത്രത്തിലേക്ക് വീഴും. മഞ്ഞ മാറ്റി വെക്കാം. മഞ്ഞയും വെള്ളയും വേർതിരിച്ചെടുത്തതിന് ശേഷം ഇതുപോലൊരു ബീറ്റർ വെച്ച് ആദ്യം പതുക്കെ കുറഞ്ഞ സ്പീഡിലിട്ട് ഇതുപോലെ ഈ വെള്ള ബീറ്റ് ചെയ്തെടുക്കുക. ഒരുപാട് സ്പീഡിലിടരുത്, അപ്പം മുട്ട തെറിച്ച് പോവും. ചെറിയ സ്പീഡിലിട്ട് അടിച്ചതിന് ശേഷം പതുക്കെ സ്പീഡ് കൂട്ടി കൊടുക്കാം. വിസ്ക് വെച്ച് നമുക്ക് ഇതുപോലെ തന്നെ അടിക്കാം, പക്ഷേ വിസ്ക് വെച്ച് അടിച്ചു കഴിയുമ്പോൾ ഇതേപോലെ മുട്ട പതഞ്ഞ് വരില്ല. ഇനി ഒന്ന് സ്പീഡ് കൂട്ടി കൊടുക്കാം. നന്നായിട്ട് മുട്ടയുടെ ഈ വെള്ള പതയുന്നത് വരെ ഇതേപോലെ അടിച്ചുകൊണ്ടിരിക്കണം. കുറച്ച് വലിയ പാത്രം എടുക്കണം, അപ്പോൾ ഈ വെള്ളയൊന്നും തെറിച്ച് പോവാതിരിക്കാൻ സഹായിക്കും. ഇനി എടുത്തു വെച്ചിരിക്കുന്ന മുട്ടയുടെ മഞ്ഞ മുഴുവനും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വെള്ളം നന്നായിട്ട് പതഞ്ഞതിന് ശേഷം മാത്രമാണ് ഇവിടെ മഞ്ഞ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി മഞ്ഞയും വെള്ളയും എടുത്ത് ഇതേപോലെ രണ്ടും കൂടെ ബീറ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് ഇവിടെ നമ്മുടെ മുട്ട പതഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 1/2 മൂടി ഐസ്ക്രീം എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വാനില വേണമെങ്കിൽ ഏത് ഒഴിച്ചു കൊടുക്കാം, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് നിങ്ങൾക്ക് എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഇനി കുറേശ്ശെയായിട്ട് ഞാൻ ഇതിലേക്ക് ഈ പഞ്ചസാര പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെയായിട്ട് ഇട്ട് കട്ടകളൊക്കെ ഉടയുന്നത് വരെ ഇതേപോലെ, ഇതിപ്പോൾ ബീറ്ററിൻ്റെ കമ്പിയാണ്, ഇത് വെച്ചിട്ട് ഞാൻ ഇതേപോലെ അടിച്ചു കൊടുക്കുന്നുണ്ട്. മുഴുവനും ഇട്ട് ഇതേപോലെ അടിച്ചെടുക്കാം. മുട്ടയും പഞ്ചസാരപ്പൊടി എസൻസും ഒഴിച്ച് ഇതേപോലെ ഈ ബാറ്റർ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മൈദപ്പൊടി കുറേശ്ശെയായിട്ട് ഇട്ട് ആദ്യം നമ്മൾ ചെയ്തതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. എല്ലാം കൂടി നന്നായിട്ട് ഇളകി വരട്ടെ. ഒരുപാട് അമർത്തണ്ട, ഒന്ന് പതുക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാണ് ഈ ബാറ്ററിൻ്റെ യഥാർത്ഥ കൺസിസ്റ്റൻസി. ഒരുപാട് ലൂസും ആവരുത്, അതുപോലെ തന്നെ ടൈറ്റും ആവരുത്. ലൂസായാൽ ഈ ബിസ്ക്കറ്റ് പരന്നു പോകും, ടൈറ്റായാൽ നമുക്ക് കുത്തിയെടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇത് കണ്ടോ, ഒരു ഇഡ്ഡലി മാവിൻ്റെ അതേ പരുവത്തിൽ നമുക്ക് ഈ ബാറ്റർ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബാറ്റർ ഞാൻ ഉണ്ടാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ബാറ്റർ ഒഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു പൈപ്പിംഗ് ബാഗ് ഉണ്ടാക്കിയെടുക്കണം. പൈപ്പിംഗ് ബാഗ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും, പക്ഷേ അതിൽ ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അത്ര റെഡി ആയിട്ട് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതുപോലെ ഒരു ബട്ടർ പേപ്പർ എടുത്ത് ഈ ബട്ടർ പേപ്പർ ഉപയോഗിച്ച് നമുക്കൊരു ബാഗ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഈ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ കൈ വെച്ചതിന് ശേഷം നമ്മുടെ കടലയുടെ കോട്ടിലൊക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ ഇങ്ങനെ തിരിച്ചു കൊടുക്കുക. ഈ അടിഭാഗം നന്നായിട്ട് മൂർച്ചയായിട്ട് വരണം. അപ്പം ഞാനിവിടെ 2 ബാഗ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഈ ഒരു ബാഗിൽ തന്നെ നമുക്ക് 2-3 പ്രാവശ്യം ബാറ്റർ നടക്കാം, പൊട്ടി പോവാതിരുന്നാൽ. നമ്മുടെ കൈ ഒന്ന് നനയാതെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ ബാഗ് പെട്ടെന്ന് പൊട്ടിപ്പോവില്ല. അപ്പോൾ ഒരു ബാഗ് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. ഈ ബാറ്റർ നമുക്ക് ഒഴിക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടി ഞാനൊരു ഗ്ലാസ്സിൽ ഇതുപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഈ കോട്ടിലിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് നമുക്ക് പതുക്കെ ഈ ബാറ്റർ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതാ ഇത്രയും ഭാഗം മാത്രമേ നമ്മൾ ഈ ബാറ്റർ നിറയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഈ കൈ ഇവിടെ ഇങ്ങനെ പിടിച്ചു കൊടുക്കേണ്ടത് കൊണ്ട് ഈ ഭാഗം നമ്മൾ ഒഴിവാക്കി വിടണം. ഇനി ഈ കോട്ടിലിൻ്റെ ഈ ഭാഗത്ത് ഇതേപോലെ ചെരിച്ച് പിടിക്കണം. ഇത് കണ്ടോ,
ചെരിച്ച് പിടിച്ച് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ബിസ്ക്കറ്റിൻ്റെ ഷേപ്പ് ബീൻസിൻ്റെ ആകൃതിയിലായതുകൊണ്ടാണ് നമ്മളിതിന് ബീൻസ് ബിസ്ക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ബീൻസിൻ്റെ ആകൃതി കിട്ടാൻ വേണ്ടിയാണ് ഇതുപോലെ ചെരിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ 2 ട്രേ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട്. ഈ 2 ട്രേയിലും നന്നായിട്ട് ബട്ടർ മെൽറ്റ് ചെയ്ത് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബിസ്ക്കറ്റ് നമുക്ക് ഇതേപോലെ കുത്തിയെടുക്കാം. എല്ലാം ഒരേ ഷേപ്പാക്കി ഇതുപോലെ ഒരേ അകലത്തിൽ നമുക്കിതേപോലെ ഒന്ന് കുത്തിയെടുക്കാം. കുത്തി പെട്ടെന്ന് ഇതുപോലെ ഈ കോട്ടിൽ വലിച്ചെടുക്കണം. ഇതുപോലെ 2 ട്രേയിൽ ഞാൻ മുഴുവനും ബിസ്ക്കറ്റും കുത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓവനിലേക്ക് ഈ ബിസ്ക്കറ്റ് വെച്ച് കൊടുക്കാം. ഓവൻ ഇവിടെ പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. ഞാൻ 2 ട്രേയും ഈ ഓവനിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓവൻ്റെ കൂടെ വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു ട്രേയിൻ്റെ അടിയിലേക്ക് ഒരെണ്ണം വെച്ചിട്ട് ഇതേപോലെ ഈ റാക്കിൻ്റെ മുകളിലും ഒരു ട്രേ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി പതുക്കെ നമുക്ക് ഈ ഓവൻ്റെ ഡോർ അങ്ങ് അടച്ചു കൊടുക്കാം. ഒരു 20 മിനിറ്റ് സമയം നമുക്കിവിടെ സെറ്റ് ചെയ്ത് വെക്കാം. 20 മിനിറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഈ ബിസ്ക്കറ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നോക്കിക്കോ, നമ്മുടെ അടിപൊളി ബിസ്ക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ആകൃതിയിൽ നമുക്ക് ബിസ്ക്കറ്റ് കിട്ടുന്നത് കൊണ്ടാണ് ഇതിന് ബീൻസ് എന്ന് പറയുന്നത്. നല്ല സൂപ്പർ ബിസ്ക്കറ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. നമ്മുടെ ബിസ്ക്കറ്റ് എത്ര ഈസി ആയിട്ടാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം എയർ ടൈറ്റുള്ള നല്ല ഒരു ഭരണിയിലൊക്കെ അടച്ച് സൂക്ഷിച്ചാൽ ഒത്തിരി കാലം ഈ ബിസ്ക്കറ്റ് കേടുകൂടാതിരിക്കും. അതുപോലെ നമ്മൾ TV കാണുന്ന അവസരങ്ങളിലും വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ ഇത് കഴിക്കാൻ നല്ലതാണ്. വാശി പിടിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ കുറച്ച് നേരം വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരത് കഴിച്ചുകൊണ്ട് ഇരുന്നോളും. നമുക്ക് ജോലികളൊക്കെ തീർക്കാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി.